ഗോൾകീപ്പറെ പരാജയപ്പെടുത്തി. പക്ഷെ സൈഫ് അവിടെ സേഫായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടീമിന്റെ പേരോ അഡ്രസ്സോ ഇത് കേൾക്കാനില്ല. അതുപോലെ യുവ കേരള വന്നു, നന്നായി കളിച്ചു. ഒത്തിരി അധികം താരങ്ങളെ, പ്രത്യേകിച്ച് ഒത്തിരി അധികം മലയാളി താരങ്ങളെ സംഭാവന ചെയ്തു. വിനീതൊക്കെ കടന്നു വന്നത് യുവ കേരളയിലൂടെയാണ്. വശത്തേക്കുള്ള ഒരു മുന്നേറ്റം അവിടെ സുഹാന ഒഴിച്ച് ബാക്കി ആരും തന്നെ കൊച്ചിന് ആദ്യത്തെ ഇന്ത്യയിലെ കളിയാണ്. സോ വലിയൊരു ആവേശമായിരുന്നു അത് എനിക്ക് ഒരിക്കലും മറക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഈ മുന്നേറ്റത്തിന് ശേഷം വരാം. ഫ്രാൻസും സ്ഥിരമായി നിൽക്കുന്ന നാട് മുട്ടന്റെ അവസ്ഥമാണ്. മുട്ട ഓട് മുട്ട വേറെ മുട്ട ഉള്ള മുട്ട. ഈ ചങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ ഓരോ മൂട മനസ്സിലാവില്ല. മറ്റേ ഇത് പിൻവലിച്ചല്ലോ എന്റെ റെഡ് കാർഡ് നമ്മക്കെതിരെ എന്തൊക്കെയോ ഒക്കെ നമ്മക്കെതിരെ പക്ഷെ ഇവനെ അന്ന് കളിയാക്കിയില്ല അവര് റേസിസ്റ്റ് ചെയ്ത് അതിന് ഒരു പ്രശ്നമില്ല, ഒന്നും കേസെടുത്തില്ല. കളി അതിന്റെ ആൾക്കാണ്ട് കൊടുക്കാനാ അത് ഫുള്ളാവട്ടോ. അതിനല്ല വൃത്തിണ്ടല്ലോ. അതിൽ എഴുത്ത് കാണില്ല. ക്ലിയർ ഉണ്ടാവില്ല. ക്ലിയർ കുണ്ടു ഓടുന്ന ഓൻ കളിക്കാനാണ്. ഇല്ല താട് ഇത്ര കാലം ഗോളടിച്ച് ഇങ്ങനെ കൊണ്ടോണാണ്. അന്ന് ഇറങ്ങിയപ്പോ എന്താ ഇപ്പേനി ആണ് ഇപ്പഴ ഗോളടിച്ച്. അതിനെ ആരെയൊക്കെ ഓടി ഞാൻ അടിച്ച് പുറത്തോട്ടേക്ക് പോയി. മറ്റേ വളഞ്ഞു പോയി. മാറ്റം വരാൻ പോകുന്നുണ്ട്. അപ്പുറത്തെല്ലാരും ചാടി കളിക്കില്ല. യോക്കന്നെ ഇരിക്കും. കുറച്ച് ഓടിയപ്പോഴത്തേക്ക്